ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അഡീനിയം വിത്തുകൾ എങ്ങനെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ 2-3 അഡീനിയം ഒക്കെ ഉള്ളവർക്ക് ഒത്തിരി തൈകൾ വാങ്ങാൻ ആഗ്രഹമുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ നമുക്ക് കൂടുതൽ വിത്തുകൾ ആക്കിയെടുത്ത് അതിൽ നിന്നും നട്ടതിന് ശേഷം നമുക്ക് എങ്ങനെ ഒരുപാട് തൈകൾ ഉണ്ടാക്കി അതിലൊക്കെ പുതിയ കളറുകൾ ഗ്രാഫ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഒത്തിരി തൈകൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഒരു ബ്രഷ് എടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രഷ് എടുത്തതിന് ശേഷം നമുക്ക് അത് പോളിനേഷൻ ചെയ്ത് കൊടുക്കാം. ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വിത്തുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ വിത്തുകളുടെ വലിപ്പവും കൂടുതലായിരിക്കും. നമുക്ക് സാധാരണ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിത്തുകളേക്കാൾ വലിപ്പം കൂടിയ വിത്തുകളും നല്ല വിത്തുകളും ലഭിക്കാൻ ഇങ്ങനെ പോളിനേഷൻ ചെയ്ത് കൊടുത്താൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഫ്രഷ് ബ്രഷ് എടുക്കുക. ഇതുപോലെ പൂമ്പൊടി എടുത്ത് അടുത്ത പൂവിൽ വെച്ച് കൊടുക്കുക. ഇത്രമാത്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതിനേക്കാൾ ഒരുപാട് വിത്തുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിത്തുകൾ ഒരുപക്ഷെ ചിലപ്പോൾ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചേ വിത്തുകൾ ഉണ്ടാവുകയുള്ളൂ. സീഡ് പോഡുകൾ കുറച്ചേ കാണുകയുള്ളൂ. അതായത് ഒരു ചെടിയിൽ 1-2 സീഡ് പോഡുകളൊക്കെ വരാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി സീഡ് പോഡുകൾ ഉണ്ടാവുകയും അതുവഴി നമുക്ക് ഒത്തിരി വിത്തുകൾ കിട്ടുകയും അങ്ങനെ തൈകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുപോലെ നമുക്ക് ഒരുപാട് ചെടികൾ വളർത്തുകയും അതിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ അഡീനിയം സെയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. പുതിയ പുതിയ വെറൈറ്റി കളറുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വിത്തുകൾ ഉണ്ടാക്കി തൈകൾ ഉണ്ടാക്കി അതിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സിംഗിൾ പെറ്റൽ തന്നെ നമുക്ക് ഇതുപോലെ വിത്തുകൾ ഇതുപോലെ പോളിനേഷൻ ചെയ്ത് വിത്ത് ഉണ്ടായി കഴിഞ്ഞാൽ പല പല പുതിയ പുതിയ കളറുകളും കിട്ടുകയും ചെയ്യും. ഡബിൾ പെറ്റൽസിലും നമുക്ക് ഇതുപോലെ വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ ചെയ്തതിന് ശേഷം ഉണ്ടായ വിത്തുകളാണ് ഇന്ന് ഈ കാണുന്നത്. നല്ല വലിപ്പം കൂടിയ വിത്തുകൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 2 മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഇതൊക്കെ ഉണങ്ങി നല്ല വിത്തുകളായി മാറുകയും നമുക്ക് നട്ടുകൊടുക്കുകയും ചെയ്യാം. ചെറിയ ചെടികളിൽ പോലും വിത്തുകൾ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒത്തിരി ഈ പൂക്കളൊക്കെ പൊഴിയുമ്പോൾ എല്ലാത്തിലും നല്ല രീതിയിൽ വിത്തുകൾ ഉണ്ടാകും. ഇതിലൊക്കെ നല്ല സീഡ് പോഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു സീഡ് പോഡ് വരുന്നത് കണ്ടോ? ഇതൊക്കെ പുതിയ സീഡ് പോഡുകൾ വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൽ 2 സീഡുകളുണ്ട്. 4 സീഡുകൾ ഇങ്ങനെ 4 സീഡ് പോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് വളരെ എളുപ്പം നമുക്ക് വിത്തുകൾ ഉണ്ടാക്കുവാൻ പറ്റുന്ന മാർഗം ഇങ്ങനെയാണ്. സ്വാഭാവികമായിട്ട് ഉണ്ടാവുമെങ്കിലും ഇങ്ങനെ നമ്മൾ കൃത്രിമമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വളരെ വലിപ്പം കൂടിയ സീഡ് പോഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ ചെടികളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സീഡ് പോഡ് ഉണ്ടായിട്ടുണ്ട്. ഡബിൾ പെറ്റലിൽ വരെ സീഡ് പോഡ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഡബിൾ പെറ്റലൊക്കെ നമുക്ക് വേറെ രീതിയിൽ പൂ കീറി അതിൻ്റെ കൃത്രിമമായിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പുതിയ പുതിയ വെറൈറ്റി കളറുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. അത് പക്ഷേ ഒത്തിരി നമ്മൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഈ സിംഗിൾ പെറ്റലിൽ നമുക്ക് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം കിട്ടുന്ന തൈകളൊക്കെ മുളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഫ്രണ്ട്സിന് കൊടുക്കാം, വിൽക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പുതിയ പുതിയ കളറുള്ള അഡീനിയംസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹോളി സ്പെഷ്യൽ ആയിട്ട് 2 അഡീനിയം 10 പ്ലാന്റ് എടുക്കുന്നവർക്ക് 2 ഗ്രാഫ്റ്റഡ് അഡീനിയം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല 90 രൂപയ്ക്കാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. ഏകദേശം 10 ദിവസത്തിനുള്ളിൽ ഇത് അവസാനിക്കും. സെയിൽ
ഓഫർ അവസാനിക്കും. അതിനുശേഷവും ഉണ്ടാവും, പക്ഷേ ഓഫർ ഇപ്പോൾ കഴിയാറായി വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒത്തിരി പേർക്കൊന്നും ഇനി അയച്ചു കൊടുക്കാനില്ല, കുറച്ച് പേർക്ക് കൂടി അയച്ചു കൊടുക്കാനുള്ളൂ. ഒത്തിരി പേർ ട്രാക്കിംഗ് ID കൊടുത്തവർ ഒത്തിരി വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇപ്പോൾ ഹോളിയാണ്, ഹോളി ആയതുകൊണ്ട് 2 ദിവസം അവിടെ ലീവാണ്. അപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് അപ്ഡേഷൻ കാണിക്കുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഒരു 2 ദിവസം, അതായത് മൺഡേ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് എവിടെ എത്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അത് പിക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും. അത് ഒരാളിന് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയാണ് കാണിക്കുന്നത്. അത് മനസ്സിലാക്കുക. മൺഡേ നൈറ്റിൽ തീർച്ചയായിട്ടും അത് അപ്ഡേഷൻ ആവും. നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ആവുകയും അത് എവിടെ എത്തി എന്ന് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. Thanks for watching my channel.